എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷെയറുകളാണ് കഴിഞ്ഞ ദിവസം. ഇതിൽ 3 ഷെയർ നമുക്ക് ആവറേജ് എന്ന ചാൻസ് കിട്ടിയാൽ എടുക്കാൻ പറ്റുമായിരുന്നു. അതിൽ ഈ ഷെയർ നമുക്ക് ആവറേജിന് മുകളിലാണ് ട്രേഡിങ് ഫുൾ ഡേ നടന്നത്, അപ്പോൾ നമുക്ക് ചാൻസ് തന്നിട്ടേ ഇല്ല. ഈ 20 മൈക്രോൺ എന്ന് പറയുന്ന ഷെയർ ആവറേജ് താഴെ പോയി, പക്ഷേ ഒരു 3 രൂപയ്ക്ക് അടുത്തുള്ള പ്രോഫിറ്റ് റേഞ്ചിലേ നിന്നുള്ളൂ. SREL എന്ന് പറയുന്ന ഒരു 6 രൂപ ആ റേഞ്ചിൽ താഴെ നിന്നു ഇതിന് താഴെ പോയപ്പോൾ. അപ്പോൾ ഈ 3 ഷെയറാണ് നമുക്ക് ആവറേജ് എന്നുള്ളത്. ബാക്കിയുള്ളതെല്ലാം പ്രീവിയസ് ഡേ ഹൈ R1 R2 റേഞ്ചിൽ നിന്ന് താഴെ ഇറങ്ങുവാണെങ്കിൽ ചെയ്യാൻ പറ്റിയതായിരുന്നു. അങ്ങനെ ഒരു 7-8 ഷെയർ അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അത് നോക്കാം. ഇപ്പം ഇതിനകത്ത് ശ്രീ ലെതേഴ്സ് എന്ന് പറയുന്നത് 379.32 അത് നമുക്ക് ചാൻസ് തന്നത്. ശ്രീ ലെതേഴ്സ് അത് 389 വരെ പോയി. അതിനുശേഷം ആവറേജിന് താഴെ പോകുമ്പോഴേ നമ്മൾ എൻട്രി എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിന് മുകളിൽ പോകണം. മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ എടുക്കാൻ പറ്റും. ഇത് നമുക്ക് ആവറേജിന് താഴെ വരുമ്പോഴേ എടുക്കാൻ പറ്റത്തുള്ളൂ. ആവറേജ് 379.80 അതായിരുന്നു. അത് 379 റേഞ്ച് നമ്മളൊരു എൻട്രി എടുത്താലത് 375, ഇവിടെ 373 സംതിങ്, ഏകദേശം 6 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വന്നു. പിന്നെ മൂവ്മെൻറ്റ് കുറഞ്ഞു പോയില്ല. പിന്നെ നമുക്ക് 20 മൈക്രോൺ എന്ന് പറയുന്ന ഷെയർ 20 മൈക്രോൺ ക്ലോസിങ് 188.95, അത് പ്രീവിയസ് ഡേ ഹൈ പോയില്ല. നമ്മളപ്പം 191 താഴെ വരുമ്പോൾ എൻട്രി എടുത്താൽ നമുക്കൊരു 187 വരെ തന്നിട്ടുണ്ട്. ചെറിയ പ്രോഫിറ്റ് അതിനകത്തുള്ളൂ, പക്ഷെ നമുക്ക് റിസ്ക് ഇല്ല, എന്ത് ചാൻസ് തന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേറെ ശ്രീ ലെതേഴ്സ് സിക്കോ എന്ന് പറഞ്ഞ ഷെയർ 103 ആവറേജ്, പക്ഷേ അത് ആ റേഞ്ച് വന്നിട്ടില്ല. സിക്കോ കണ്ടില്ലേ, അത് ഓപ്പണിംഗ് തന്നെ 110 മുകളിലാണ്. അതിനുശേഷം ആ റേഞ്ച് താഴോട്ട് വന്നിട്ടേ ഇല്ല. ഇത് കണ്ടില്ലേ, ഇത് വെർജിൻ CPR ആണ്. നാളെ ഈ ഷെയർ ചിലപ്പോൾ ഒരു ഹൈയിൽ ഓപ്പൺ ആയിട്ട് നേരെ ഇവിടെ ഈ റേഞ്ചിലോട്ട് വരാനൊരു ചാൻസ് കാണിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് നോർമൽ ചാൻസ് തന്നിട്ടുണ്ടായിരുന്നത് മുകുന്ദ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയർ 3 ലിമിറ്റഡ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1 മുകളിൽ ഓപ്പണായി. അവിടുന്ന് R1 കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുത്ത് 204 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ 198 കിട്ടുന്നുണ്ട്. വീണ്ടും അത് 202.5-3 റേഞ്ച് ആ റേഞ്ച് വന്ന് ടച്ച് ചെയ്തിട്ട് നേരെ തിരിച്ച് ഭയങ്കരമായിട്ട് 195 വരെ 195-96 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. നല്ല പ്രോഫിറ്റ് അത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം JB Chem ഫാർമ അത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി. അതിനുശേഷം ഇതുണ്ടല്ലേ, ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു. അത് CPR ഹൈഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇതല്ലേ, ഇവിടം കട്ട് ചെയ്യുന്ന സമയം 1629 എടുത്താൽ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് 1591 കാണിക്കുന്നുണ്ട്. അതിനുശേഷം BF ഇൻവെസ്റ്റ്മെൻറ്റ് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, അന്നേരം തന്നെ ഇറങ്ങി. അവിടെ നമ്മൾ 74 റേഞ്ചിലോട്ട് എൻട്രി എടുത്താൽ 51-50 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 24 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കയറിയിട്ടില്ല. പിന്നെ ഇത് കണ്ടില്ലേ, ജസ്റ്റ് CPRൻ്റെ ജസ്റ്റ് മുകളിലോട്ട് പോകും, അതേപോലെ തിരിച്ചു പോരും. എൻ്റെ സെൻട്രൽ CPR അതിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുമായിരുന്നു. അടുത്തത് ക്യാപ്ലിൻ പോയിന്റ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി താഴെ ഇറങ്ങുന്ന സമയം നമ്മളൊരു എൻട്രി എടുത്തു. 1520 എടുത്താൽ 1504 10-15 മിനിറ്റ് ഉണ്ട്. അതിന് ശേഷം 1395 ഏകദേശം 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സിക്കോ നമുക്ക് R3 എന്ന് ചാൻസ് വരുന്നുണ്ട്. R3 എന്ന് ഇതുണ്ടല്ലേ,
3യുടെ മുകളിൽ ഫസ്റ്റിൽ പോയതിന് ശേഷം താഴെ ഇറങ്ങി 110 ഏകദേശം 115 രൂപ ഇവിടെ വീണ്ടും തരുന്നത്. വീണ്ടും അതിൻ്റെ ഹൈ അടിച്ചു. വീണ്ടും തിരിച്ചിറങ്ങുന്ന സമയത്ത് വീണ്ടും 5 രൂപ 5 108 7 രൂപയ്ക്ക് അടുത്ത് തരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അതിനകത്തും പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആസ്ട്രാസെൻ ഓപ്പണിങ്ങിൽ 5-10 മിനിറ്റ് ആയപ്പോഴത്തേനും അത് പോയി R1 മുകളിൽ പോയി തിരിച്ചിറങ്ങി. ഇവിടെ 5616-20 റേഞ്ചിലൊക്കെ എടുത്താൽ അത് ഏകദേശം 10-20 മിനിറ്റ് കൊണ്ട് തന്നെ 116 രൂപ പ്രോഫിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് ശേഷം ഏകദേശം 170 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് ഒരു ഷെയറിൽ അത് കാണിക്കുന്നുണ്ട്. പിന്നീട് TRIL എന്ന് പറയുന്ന ഷെയർ, TRILലെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങുന്ന സമയത്ത് ഇവിടെ എൻട്രി എടുക്കുക. 225 എൻട്രി എടുത്താൽ അത് 215 ആ റേഞ്ചിൽ തന്നെയാണ് ഏകദേശം ക്ലോസ് ചെയ്യുന്നത്. 17 റേഞ്ചിൽ 10 രൂപയ്ക്ക് എടുത്ത് എവിടെയും പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നല്ല ചാൻസ് ആയിരുന്നു കുറേ ഷെയറിനകത്ത്. പക്ഷേങ്കിൽ ചില ഷെയറിനകത്ത് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. ഗാലൻ്റ് വൺ സൈഡ് മൂവ്മെൻ്റ്. നമുക്കൊരു ചാൻസ് ഒരിടത്തുനിന്നും തരുന്നില്ല. ഒരിടത്തുനിന്ന് കയറി ഇറങ്ങുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കുക. അന്നേരം അപ്പോൾ വരുന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടാം. പക്ഷേങ്കിൽ നമുക്ക് ചാൻസ് തരുന്നില്ല. പക്ഷേങ്കിൽ ചില ആൾക്കാർ ഈ ലെവൽ എൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ എൻട്രി ചെയ്യുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മുകളിൽ പോയി ഇറങ്ങുന്ന ടൈമിൽ മാത്രമേ എൻട്രി എടുക്കാവൂ. ഹെവി മൂവ്മെൻ്റ് ആണ്, ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് അറിയാൻ വേണ്ടി. പെട്ടെന്നുള്ള 5 രൂപ 10 രൂപ വെച്ച് പെട്ടെന്ന് കയറി പോകണം. ഇത്രയും ചെറിയ ഷെയറിനകത്ത് 5 രൂപ 3 രൂപ 2 രൂപ ആ റേഞ്ചിലോട്ട് പെട്ടെന്ന് കയറുമ്പോൾ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് സ്ലോ ആകുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഇതിനകത്ത് അങ്ങനെയും തന്നില്ല. ഇത് വൺ സൈഡ് അങ്ങ് കയറുമായിരുന്നു. പിന്നീട് ഇതൊക്കെയാണ് ഇത് കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിന് നമുക്ക് ചാൻസ് തന്ന ഷെയറുകൾ. ഇനി നാളത്തേന് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഷെയർ 22 ഷെയർ എടുത്തിട്ടുണ്ട്. അതിലൊരു ഷെയർ മാത്രമാണ് സാഗാർ എന്ന് പറയുന്ന ഷെയർ. ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങിയാൽ ചാൻസ് എടുക്കാം. ബാക്കിയെല്ലാം പ്രീവിയസ് ഡേ ഹൈ R1 R2 റേഞ്ചിൽ നിന്നൊക്കെ താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം. ഇതിനകത്ത് നാളെ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഒന്ന് ഓൾഡ് കാർഗോ ഒക്കെ ഈ R1 ഈ ഹൈയും R1 എല്ലാം ഒരേ സ്ഥലമാണ്. 31 32 ഉണ്ടല്ലേ, 31 32. ഇതിന് രണ്ടിൻ്റെ മുകളിൽ പോയിട്ട് ഇറങ്ങിയാൽ നമുക്ക് നല്ല ചാൻസ് തരും. അതുപോലെ സുപ്രിയ എന്ന് പറയുന്ന ഈ ഷെയറും നല്ല ചാൻസ് ഉണ്ട്. പ്രീവിയസ് ഡേ ഹൈ അതല്ല R1 R2 റേഞ്ചിൽ നിന്നൊക്കെ എല്ലാത്തിനകത്തും നല്ല ചാൻസ് ഉണ്ട്. നല്ല ലെവൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഇതിനകത്ത് ആദ്യത്തെ ഒരു 4 ഷെയർ അപ്പർ സർക്യൂട്ടാണ്. അപ്പർ സർക്യൂട്ട് അടിക്കുന്ന ഷെയറിനകത്ത് ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. ഓപ്പണിങ്ങിൽ ഹൈയിൽ കിട്ടുക ഒരു R2 റേഞ്ചിൽ നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ ഒരു 5% ഒക്കെ മുകളിലൊക്കെ ഉള്ള റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ ചിലപ്പോൾ ഇറങ്ങി പോവും. അപ്പോൾ നമ്മൾ നോക്കി അതിൻ്റെ ചാൻസ് എടുക്കുക. ഇതിൽ പെർസെൻറ്റേജ് തെറ്റാണ് ഇട്ടേക്കുന്നത്. ഒരു മിനിറ്റ്. നിഫ്റ്റി 0.43 ആണ്. 0.43. ബാങ്ക് നിഫ്റ്റി വന്നിട്ട് 0.49. നിഫ്റ്റി ശ്രദ്ധിക്കുക. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഞാൻ ജസ്റ്റ് ഗ്രാഫ് ഒന്ന് കാണിച്ചു തരാം. നിഫ്റ്റി ഇന്നലത്തെ ഹൈ അടിച്ചിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ ഹൈ അടിച്ചിട്ടില്ല. നിഫ്റ്റി ഇന്നലത്തെ ഹൈ അടിച്ച് മുകളിൽ പോയി. അതിനുശേഷം ഈ ലെവലിലേക്ക് കിടന്ന് കളിക്കുക. അപ്പോൾ അതിനകത്ത് കണ്ടില്ലേ, നമ്മളിതെല്ലാം ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ഇവിടെ ഒരു കണ്ടില്ലേ, ഈ റേഞ്ച് ടച്ച് ചെയ്ത് ചിലപ്പോൾ ഇറങ്ങിപ്പോയി ഈ നിഫ്റ്റി. ഇത് വേണം നമുക്ക് ഇച്ചിരി കൂടെ ഇതാണ് എടുക്കാം.
ഈ റേഞ്ച് വന്നിട്ട് ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും നോക്കുക. അതിന് ശേഷം ബാങ്ക് നിഫ്റ്റിയും വീക്ക്നെസ്. ഇന്ന് ബാങ്ക് നിഫ്റ്റിക്കകത്തും ഇത് കണ്ടില്ലേ, ഈ ലെവൽ കട്ടായെങ്കിൽ താഴെ പോകാം, നല്ല രീതിയിൽ ഇറങ്ങിപ്പോവും. ഇതേതാ 47629, ആ റേഞ്ചിൽ താഴെ പോയി കഴിഞ്ഞാൽ ചിലപ്പം നല്ലതായിട്ട് പോവും. നിഫ്റ്റിയൊക്കെ നോക്കി ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. നാളെ വന്നപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ഹോൾഡ് ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.